Hello friends, Technique മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതൊരു കിച്ചൺ അപ്ലയൻസ് ആണ്. അപ്പോൾ നമ്മൾ ചാനലിൽ ഇതുവരെ അങ്ങനത്തെ പ്രൊഡക്ട്സ് ചെയ്തിട്ടില്ലെങ്കിലും ഇത് വളരെ വ്യത്യസ്തമായ പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ഇന്ത്യൻ കിച്ചണിൽ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഫിലിപ്സിന്റെ വൺ ഷെഫ് എന്ന് പറഞ്ഞ മൾട്ടി കുക്കിംഗ് അപ്ലയൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നമുക്ക് വിശദമായി പറയാം. അപ്പോൾ നമ്മൾ ജനറലി ഒരു കിച്ചണിൽ ഒരു കറി വെക്കണമെങ്കിൽ ഒരു പോട്ട് ഉണ്ടാവും. അതേപോലെ നമുക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ വേറൊരു പോട്ടായിരിക്കും. ഇനി എയർ ഫ്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരു അപ്ലയൻസ് വേണം. എഗ്ഗ് ബോയിൽ ചെയ്യണമെങ്കിൽ വേറൊരു ഇതുണ്ട്. അങ്ങനെ പല പാത്രങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇഡ്ഡലി വെക്കാൻ ഇഡ്ഡലി തട്ട് വേണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് സെപ്പറേറ്റ് ഐറ്റംസ് ഉണ്ട്. എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വൺ സ്റ്റോപ്പ് അപ്ലയൻസ് ആണ്. അതായത് വൺ ഷെഫ് എന്ന് പറയുന്ന പേര് തന്നെ ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് 6 ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. നമുക്ക് ഇഡ്ഡലി സാമ്പാർ വെക്കാം, കറി വെക്കാം, ചിക്കൻ ഫ്രൈ ചെയ്യാം, നമുക്ക് ദാൽ കറി വെക്കാം, ചോറ് വേവിക്കാം. എന്നാൽ അത് മാത്രമല്ല ഇതിന് ഫംഗ്ഷൻ എയർ ഫ്രയറും കൂടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചൂടാക്കാൻ യൂസ് ചെയ്യാം. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരൊറ്റ പ്രൊഡക്റ്റിൽ ചെയ്യുന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത. ചില പ്രൊഡക്ട്സ് ഇങ്ങനത്തെ ഉണ്ട്, പക്ഷെ എന്നാൽ ഇത് ഇന്ത്യൻ യൂസിന് ട്യൂൺഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യൻ യൂസ് എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ച് ഇത് പ്രോഗ്രാം ചെയ്തതാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇത് ചെയ്യണമെങ്കിൽ ഒരു അറൌണ്ട് 33 ഫങ്ഷൻസ് ആണ്, പ്രീസെറ്റ് ഫങ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ആ ഫങ്ഷൻസ് വെച്ച് നമുക്ക് ഏതൊരു ഐറ്റവും കുക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പ്രീസെറ്റ് നമുക്ക് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഏത് ഡിഷാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിനുള്ള പ്രീസെറ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ ആ പ്രീസെറ്റ് സെറ്റ് ചെയ്ത് നമ്മൾ എല്ലാ സാധനങ്ങളും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആ ടൈം കഴിയുമ്പോൾ കട്ട് ഓഫ് ആവും, നമുക്ക് ഐറ്റം റെഡി ആവും. അപ്പോൾ കഷ്ടപ്പാടും കുറവാണ്, പാത്രങ്ങളും കുറവാണ്. ഒരൊറ്റ പ്രൊഡക്റ്റ് മതി. 33 ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അതേപോലെ ഡിഫറെൻറ്റ് പോട്ട്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി പറയാം. അപ്പോൾ എപ്പോഴത്തേയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഫിലിപ്സ് വൺ ഷെഫ്. അപ്പൊ ഈ ഒരു ഫിലിപ്സ് വൺ ഷെഫ് 33-in-1 എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് വൺ ഷെഫ് എന്നുള്ള പേര് വന്നത്. അപ്പൊ നമുക്ക് എയർ ഫ്രൈ ഉണ്ട്, സ്റ്റിർ ഫ്രൈ ഉണ്ട്, കറി മോഡ് ഉണ്ട്, സ്റ്റീം ചെയ്യാം, ബോയിൽ ചെയ്യാം. അങ്ങനെ എല്ലാ ഫംഗ്ഷൻസും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ ചെയ്യാം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് വിശദമായി പരിചയപ്പെടുത്താം. അപ്പൊ ഇതാണ് നമ്മുടെ ഫിലിപ്സിന്റെ വൺ ഷെഫ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു സ്റ്റീമിംഗ് പോട്ടാണ്. ഇതിൻ്റെ സ്റ്റീം ചെയ്യാനുള്ള ഒരു ഐറ്റമാണ്. പിന്നെ നമുക്കൊരു ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റീം ചെയ്യുമ്പോൾ കവർ ചെയ്യാനുള്ള ഒരു ഗ്ലാസ് ലിഡാണുള്ളത്. പിന്നെ ഇത് നമുക്ക് തുറക്കുമ്പോൾ ഇതാണ് നമുക്ക് തുറക്കുമ്പോഴുള്ള ഓപ്ഷൻ. അപ്പോൾ ഇത് തുറക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് എയർ ഫ്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതാണ് എയർ ഫ്രൈ ചെയ്യാനുള്ളത്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ബൗളാണ്, നോൺ സ്റ്റിക്ക് ബൗളാണ്. ഇതാണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നത്. അതായത് കറി ഉണ്ടാക്കാനും സ്റ്റീം ചെയ്യാൻ, ബോയിൽ വെള്ളം ഒഴിക്കാനും, ചോറ് വെക്കാനൊക്കെ ഈ പോട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു നോൺ സ്റ്റിക്ക് പോട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ആക്സസറീസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്നത്. നമുക്ക് ഇതിൻ്റെ ബിൽ ക്വാളിറ്റിയും ഇതിൻ്റെ ഡിസൈനെ കുറിച്ചും പറയാം. ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഇവിടെ ഒരു കേർവ് ഡിസൈൻ ആണ്. ഇവിടെ നമുക്കൊരു ഗോൾഡൻ അല്ലെങ്കിൽ ഒരു കോപ്പർ ഫിനിഷിലുള്ള ആംബിയൻ ഹീറ്റ് ടെക്നോളജി ഇത് ചെയ്യണം. അപ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ്, നല്ലൊരു പ്രീമിയം ലുക്കിംഗ് പ്രൊഡക്റ്റ് ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം. ഇവിടെ നമുക്ക് വലിയൊരു എന്താ പറയുക ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു ടച്ച് കൺട്രോൾസ് ആണ്, ഏത് ഫംഗ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് 2 ഹാൻഡിൽസ് ആണ്, ഇത് തുറക്കാനുള്ള ഹാൻഡിൽസ് ആണ്. ഇവിടെ നമുക്ക് കോയിലുണ്ട്, ഇത് ഹീറ്റിംഗ് ആണ്. ഇത് എയർ ഫ്രയർ വരുമ്പോഴാണ് ഈ ഒരു കോയിൽ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് താഴേന്ന് ഇൻഡക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. ബിൽ ക്വാളിറ്റിയും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. ഈവൻ പാത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിലും വളരെ നല്ല ക്വാളിറ്റിയാണ്, നല്ലൊരു മെറ്റീരിയൽ ഫിനിഷും ഉണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഈവൻ ഇഡ്ഡലിൻ്റെ പാത്രമാണെങ്കിലും സ്റ്റിർ ഫ്രൈ ചെയ്യാനുള്ളതാണ്, എല്ലാം തന്നെ വളരെ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൺട്രോൾസ് ആൻഡ് മെനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഇവിടെ കണ്ടത് പവർ ബട്ടൺ ഉണ്ട്. ഇത് സ്വിച്ച് ഓൺ ചെയ്താൽ പവർ ബട്ടൺ ആവും. ഇതാണ് പവർ ബട്ടൻ്റെ അവിടെ താഴെ നമുക്ക് കാണാം എയർ ഫ്രൈ, സ്റ്റിർ ഫ്രൈ, കറി മോഡ്, സ്റ്റീം, ബോയിൽ, കീപ്പ് വാം. കീപ്പ് വാം ഒബിയസ്ലി നമുക്ക് ചൂടായി വെക്കാനുള്ളതാണ്. അത് ഇത് ഓട്ടോമാറ്റിക്കലി ചെയ്യും. കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി വോമായി വെക്കണേ, നമ്മൾ ഭക്ഷണം കഴിക്കണ വരെ വോം ആക്കി വെക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ പവർ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് കണ്ടില്ലേ ഇതിനെല്ലാം ലൈറ്റ് വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എയർ ഫ്രൈ മോഡിൽ പോയി കഴിഞ്ഞാൽ എയർ ഫ്രൈ നമുക്ക് ഇവിടെ കണ്ടില്ലേ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇത് ഈ മെനു വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്.
ചിക്കൻ, ഫിഷ്, പനീർ, കേക്ക്, അതേപോലെ പിസ്സ, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് 160 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യേണ്ടത്, 35 മിനിറ്റ്സ് ആണെന്നുള്ളത് അതിന് പ്രീസെറ്റാണ്. അപ്പോൾ നമ്മൾ പിന്നെ അതിനകത്ത് കസ്റ്റമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കേക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് 160 ഡിഗ്രി വരെ ഹീറ്റ് ആവും, 35 മിനിറ്റ്സ് ആണ് ടൈം എടുക്കുക. പിന്നെ നമുക്ക് മാനുവലി വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അതേപോലെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഓരോ കാര്യത്തിന് ഇപ്പോൾ നമ്മൾ സ്റ്റിർ ഫ്രൈയിൽ പോയി കഴിഞ്ഞാൽ വെജ്, ചിക്കൻ, ഫിഷ്, പനീർ, പിന്നെ മാനുവൽ മോഡും ഉണ്ട്. നമുക്ക് ഇതൊന്നും അല്ലാത്തൊരു ഐറ്റം ആണെങ്കിൽ മാനുവൽ മോഡ് പോകാം. പിന്നെ കറി മോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടല്ലേ വെജ്, ചിക്കൻ, ദാല്, തഡ്ക, സാമ്പാർ വെക്കണമെങ്കിൽ ഇതുണ്ട്. സാമ്പാർ മോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ല, ഓരോന്നിനും അതിൻ്റെതായ ഓപ്ഷൻ കാണാം. വേണ്ടോ ഇപ്പം മാനുവൽ മോഡ് ഉണ്ട്, നമുക്ക് മാനുവലായിട്ട് ചെയ്യണമെങ്കിൽ തഡ്ക. ഇപ്പം സാമ്പാർ വെക്കണമെങ്കിൽ സാമ്പാറിനുള്ള ടൈമും അതിനുള്ള ഹീറ്റും എല്ലാം തന്നെ പ്രീസെറ്റ് ആയിട്ട്. പിന്നെ ഇത് ഒഴിച്ചു കഴിഞ്ഞ് സാമ്പാറിലേക്കുള്ള പൊടിയും കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ആലോചിക്കേണ്ട, ഇത് അതിനനുസരിച്ചുള്ള കറക്റ്റ് ടൈമിന് കുക്ക് ചെയ്ത് വരുന്നുള്ളത്. പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. അതുകൂടാതെ നമുക്കിവിടെ സ്റ്റീം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റീം ചെയ്യുമ്പോഴും ഐറ്റംസ് കാണാം, നമുക്ക് ഏതൊക്കെയാണ് വേണ്ടി സെലക്ട് ചെയ്യാം. പിന്നെ ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടില്ലേ റൈസ്, ദാല്, ബിരിയാണി, പാസ്ത, ഇത്രയും ഐറ്റംസ് ഉണ്ട്. പിന്നെ കീപ്പ് വാം എന്നുള്ള ഓപ്ഷൻ ഒബ്വിയസ്ലി നമ്മൾ ചൂടാക്കി വെക്കാൻ, ഭക്ഷണം ചൂടാക്കി വെക്കാനുള്ളതാണ്. അത് ബൈ ഡിഫോൾട്ട് ഏതൊരു സാധനം കുക്ക് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം വാം ആക്കി വെക്കാനുള്ള ഫംഗ്ഷൻ അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ബട്ടൺസും കൺട്രോൾസും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 33 പ്രീസെറ്റ് ഫംഗ്ഷൻസ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. 33 പ്രീസെറ്റ് ഫംഗ്ഷൻസ് ആണ്. ടൈമർ ആൻഡ് ടെമ്പറേച്ചർ കൺട്രോളിൻ്റെ അവിടെ നമ്മൾ കണ്ടില്ലേ, ഇതിൽ നമുക്ക് ടെമ്പറേച്ചറും ടൈമറും രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് മാനുവലായിട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് ടെമ്പറേച്ചറും ടൈമറും. ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ഡിഷിന് ഇത്ര വരെ ചൂടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ടെമ്പറേച്ചർ വെച്ച് മാനുവൽ മോഡിൽ പോയി ചെയ്യാവുന്നതാണ്. അതായത് പ്രീസെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ. അതല്ല പ്രീസെറ്റ് ഫംഗ്ഷൻ ഉള്ള ഐറ്റം ആണെങ്കിൽ നമുക്ക് ആ പ്രീസെറ്റ് ഫംഗ്ഷൻ കൊടുത്താൽ മതി എന്നുള്ളതാണ് വേറൊരു എക്സ്പീരിയൻസ്. പിന്നെ UI വളരെ നല്ലതാണ്, നല്ല ടച്ച് റെസ്പോൺസും നല്ല UI എക്സ്പീരിയൻസ് ആണ്. ഇഷ്യൂസ് ഒന്നുമില്ല, വളരെ ഈസിലി നമുക്ക് നാവിഗേറ്റ് ചെയ്യാം ഈ ഒരു കൺട്രോൾ വഴി. അപ്പോൾ അതൊന്നുമില്ല. പിന്നെ സ്മാർട്ട് കുക്കിംഗ് മോഡ്സ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യല്ലോ, ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കുക്കിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഒരു 3 ഐറ്റമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ആദ്യം തന്നെ നമ്മൾ റൈസ് ബോയിൽ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അത് കഴിഞ്ഞ് നമുക്കൊരു ദാൽ കറി വെച്ച് നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഒരു നോർമൽ ചിക്കൻ സ്റ്റിർ ഫ്രൈ ചെയ്യാണ്. അപ്പോൾ ഈ 3 ഡിഷാണ് നമ്മൾ ഇത് വെച്ച് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്തത് റൈസ് ബോയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മെയിൻ കുക്കിംഗ് പോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് റൈസും വെള്ളവും ഒഴിച്ച് ആ ഒരു പ്രീസെറ്റ് മൂഡ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടില്ലേ ബോയിലിംഗ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ റൈസ് അല്ലെങ്കിൽ ബിരിയാണി എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയ ഒരു പ്രീസെറ്റാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ടൈമിൽ റൈസ് ബോയിലായി കിട്ടും. അപ്പോൾ ജസ്റ്റ് നാവിഗേറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ പ്രീസെറ്റ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ റൈസ് കിട്ടി. കണ്ടില്ലേ, കറക്റ്റായിട്ട് ബോയിൽഡ് ആയിട്ടാണ് റൈസ് കിട്ടിയത്. ഒട്ടും തന്നെ വെള്ളമില്ല, ഒട്ടും തന്നെ സ്റ്റിക്കി അല്ല, കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ഇത് വന്നത്. ഇനി അടുത്ത് നമ്മൾ ട്രൈ ചെയ്തത് ദാൽ കറി വെക്കാനാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മെയിൻ കുക്കിംഗ് പോട്ട് തന്നെയാണ് നമ്മൾ ദാൽ കറി വെച്ചത്. അപ്പോൾ എഗെയിൻ നമ്മൾ ദാലിന് വേണ്ട എല്ലാ ഐറ്റംസും അതിനകത്ത് ഇട്ടിട്ട് ദാൽ മോഡിലിട്ട് കഴിഞ്ഞാൽ ദാൽ തഡ്ക മോഡിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം കഴിയുമ്പോൾ തന്നെ അടിപൊളി ദാൽ കറി കിട്ടുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എഗെയിൻ റോ ചിക്കൻ ഇട്ട് മസാലയും അതേപോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ആ ഒരു ചിക്കൻ ഫ്രൈ സ്റ്റിർ ഫ്രൈ മോഡിൽ പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ചിക്കൻ ഫ്രൈഡ് ആയിട്ട് കിട്ടുന്നുള്ളതാണ്. ഒരു ഇഷ്യൂസും ഇല്ല എന്നുള്ളത്, വളരെ ഈസിലി നമുക്ക് ചെയ്യാന്നുള്ള. ആ ടൈം കഴിയുമ്പോൾ തന്നെ കറക്റ്റ് കണ്ടില്ലേ, ചിക്കൻ മോഡിലാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റിർ ഫ്രൈ ചിക്കൻ മോഡിൽ ഇട്ടുമ്പോൾ ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ കുക്കിംഗ് ചെയ്തിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ പ്രസൻറ്റേഷൻ മാത്രമല്ല, ഇതിൻ്റെ കുക്കിങ്ങും ടേസ്റ്റും വളരെ നല്ലതാണ്. നമുക്ക് ഹാസിൽ ഫ്രീ എക്സ്പീരിയൻസ് ആണെന്നുള്ളതാണ്. അതായത് ഒരുപാട് പാത്രങ്ങൾ നമ്മൾ പുറത്താക്കേണ്ട, അതേപോലെ തന്നെ ഒരുപാട് നേരം ഇതിനെ നോക്കി നിൽക്കേണ്ട, എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നുള്ളതാണ്. അത് ഈ പ്രീസെറ്റ് മോഡിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു ടൈം കഴിയുമ്പോൾ തന്നെ കറക്റ്റായിട്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ റൈസ് വേവിച്ച് ഞാൻ വിചാരിച്ചത് വെള്ളം വറ്റി കറക്റ്റ് ആവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ റൈസ് ബോയിൽ ചെയ്ത് ഒട്ടും തന്നെ വേവ് കൂടാണ്ട് കറക്റ്റ് വേവിന് തന്നെ ആ ഒരു റൈസ് ബോയിൽ ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം അതൊരു പ്രീസെറ്റ് ഫംഗ്ഷനാലിറ്റിയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഓവറോൾ എൻ്റെ എക്സ്പീരിയൻസ് ഈ ഒരു 3 ഡിഷ് കുക്ക് ചെയ്തതിൽ വളരെ നല്ലതായിട്ടാണ് എനിക്ക് വന്നത്.
അപ്പോൾ ഇതായിരുന്നു ഫിലിപ്സ് വൺ ഷെഫിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പ്രൊഡക്റ്റ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വൺ സ്റ്റെപ്പ് സൊല്യൂഷനാണ് കുക്കിങ്ങിൽ. എല്ലാ കാര്യങ്ങളും, നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഇഡ്ഡലി വെക്കണമെങ്കിലും, സാമ്പാർ വെക്കണമെങ്കിലും, ചോറ് വെക്കണമെങ്കിലും, ഇതെല്ലാം ചൂടാക്കണമെങ്കിലും, ചിക്കൻ ഫ്രൈ ചെയ്യണം, ഫിഷ് ഫ്രൈ ചെയ്യാം, ഇനി എയർ ഫ്രയറിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനാണ് അതും സാധിക്കും, പിസ്സ ഉണ്ടാക്കണമെങ്കിൽ അതും സാധിക്കും, കേക്ക് ഉണ്ടാക്കണമെങ്കിൽ, പാസ്ത ഉണ്ടാക്കണമെങ്കിൽ, അങ്ങനെ ഒട്ടുമിക്ക ഐറ്റംസും നമുക്ക് ഇതിനകത്ത് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ഓൾ ഇൻ വൺ പ്രൊഡക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ എയർ ഫ്രയർ, സ്റ്റീം ചെയ്യാം, ബോയിൽ ചെയ്യാം, കറി മോഡ്, അതേപോലെ സ്റ്റിർ ഫ്രൈ, അങ്ങനെ എല്ലാ ഫങ്ഷൻസും 33 പ്രീസെറ്റ്സും ഉള്ള ഒരു ഓൾ ഇൻ വൺ പ്രൊഡക്റ്റ് ആണ് ഫിലിപ്സിൻ്റെ വൺ ഷെഫ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു നല്ല റെക്കമെൻഡഡ് പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ വാങ്ങണേക്കാൾ പകരം ഇത് ഒരെണ്ണം മേടിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതുകൊണ്ട് കുക്കിംഗ് ചെയ്യാന്നുള്ളതാണ്. എന്നാൽ ഗ്യാസിൻ്റെ ഡിപ്പെൻഡൻസി ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അപ്പോൾ ഇതിൻ്റെ വില 19,995 രൂപയാണ് വില. ഇതിൻ്റെ വാറണ്ടി എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ വാറണ്ടിയാണ് ഫിലിപ്സ് കൊടുക്കുന്നത്. പിന്നെ ഫിലിപ്സിൻ്റെ നമുക്കറിയാലോ, ഫിലിപ്സ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ ട്രസ്റ്റും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്ത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഈ പ്രൊഡക്റ്റ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.